നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളുടെ പേരെന്താന്ന് ഓർമ്മയില്ലേ? ശ്യാമയെന്നല്ലേ മോളുടെ പേര്? ശ്യാമയ്ക്കിപ്പോ എന്താ വേണ്ടേ? കുഞ്ഞേച്ചി. ഞാൻ മുൻപേയും പറഞ്ഞു, സ്റ്റെപ്പിൽ നിന്ന് തലയ്ക്കുണ്ടായ ആ ക്ഷതം ശ്യാമയെ കുട്ടിക്കാലത്തെ ഏതോ പോയിന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന്. അവിടെ ശ്യാമയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുഞ്ഞേച്ചി മാത്രമാണ് അവളുടെ രക്ഷാസങ്കേതം. മറ്റാരെയും അവൾക്ക് വിശ്വാസമില്ല. ചികിത്സയിലും സുഖപ്രാപ്തിയിലും വിശ്വാസത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ശ്യാമയ്ക്കുള്ള പ്രധാന മെഡിസിൻ ശാലിനിയാണെന്ന്. മറ്റുള്ള മെഡിസിനുകൾ സപ്ലിമെന്ററി അഥവാ ശാലിനിയോടൊപ്പം മാത്രം ഫലം ചെയ്യുന്നവ. ഡോക്ടർ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ശ്യാമ സ്കൂൾ കാലത്തെ ഏതോ ഓർമ്മയിലാണെന്നും അത് കഴിഞ്ഞുള്ളതെല്ലാം അവള് മറന്നുപോയെന്നും അല്ലേ? അതെ. അതിനുശേഷം അവളുടെ ജീവിതത്തിലേക്ക് വന്ന ഞങ്ങളെ ആരെയും അവൾക്ക് പരിചയമില്ല. അതുമല്ലെങ്കിൽ ഞങ്ങളോട് ശാലിനിയോടുള്ള അത്ര അടുപ്പമില്ല. അങ്ങനെയല്ലേ? അതെ. അപ്പൊ ഒറ്റ വാചകത്തിൽ പറഞ്ഞ ശാലിനിയിലൂടെ മാത്രമേ ശ്യാമയ്ക്ക് സുഖപ്രാപ്തിയുള്ളൂ. അങ്ങനെയല്ലേ ഡോക്ടർ? അതെ. വൈദ്യശാസ്ത്രത്തിൽ ഇതിനു മുൻപും ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവുകയും സുഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഷുവർ. ഇതുപോലൊരു പേഷ്യന്റ് ഭൂതകാലത്തിലേക്ക് വീണു പോകുമ്പോ അവര് രക്ഷാസങ്കേതമായി കാണുന്ന ആൾ ഇവിടെ ഇപ്പോ ശാലിനി. അവള് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? പൊള്ളണ്ട, ഞാൻ കാർത്തികയെന്നല്ല പറഞ്ഞത്, ശാലിനി എന്നാ പറഞ്ഞത്. പറയണം ഡോക്ടർ. പേഷ്യന്റ് രക്ഷാസങ്കേതമായി കാണുന്ന ആൾ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? അപ്പോ അടുത്ത മാർഗം നോക്കും. അടുത്ത എന്തു മാർഗം? കുറച്ച് കൗൺസിലിങ്ങും പിന്നെ മെഡിസിൻസും. എങ്കി പിന്നെ അത് നോക്കാം. സത്യമേ, ചികിത്സ നിർദ്ദേശിക്കുകയാണ് ഡോക്ടറുടെ ഡ്യൂട്ടി. എന്ത് ചികിത്സ വേണമെന്ന് തീരുമാനിക്കുന്നത് പേഷ്യന്റും പേഷ്യന്റിന്റെ ബന്ധുക്കളുമാണ്. ഇപ്പോ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എങ്കിൽ ഡോക്ടർക്ക് പോകാം. ആവശ്യം വരുമ്പോ ഞാൻ വിളിപ്പിക്കാം. രോഹിത്തെ. സത്യമേ, ഡോക്ടറെ ഫീസ് കൊടുത്തു പറഞ്ഞു വിടാനാ ഞാൻ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.